കയ്യും കാലൊക്കെ ഒടിഞ്ഞ ആൾ അവിടെ ഉണ്ട്, തോമസ് സാറിൻ്റെ അരികിൽ. ഓ, അയാളുടെ അമ്മയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകേണ്ടി വരുമല്ലോ സാറേ? പോണം. പക്ഷേ ഞാൻ പോകുമ്പോൾ എനിക്ക് അയാളുടെ അടുത്ത് നല്ല രീതിയിലല്ലേ സംസാരിക്കാൻ പറ്റൂ. അയാളുടെയും അയാളുടെ അമ്മയുടെയും കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ അവരുടെ ബന്ധുവും മഹിശത്രുവല്ലേ. സാറേ, അവിടെ പോയിട്ട് അവൻ്റെ ഉള്ള ആരോഗ്യം കൂടിയും കളഞ്ഞാലോ? അല്ല, മേഘൻ കിടപ്പിലായി. മേഘൻ്റെ അച്ഛൻ മെല്ലെ എഴുന്നേറ്റിട്ടുണ്ട്. ആ വീൽ ചെയർ ഫ്രീയാ. പ്രതാപനെ അങ്ങ് വീൽ ചെയറിലാക്കിയാലോ? അത് വേണ്ട, ഞാൻ അയാൾക്ക് നല്ല തല കൊടുത്തിരിക്കുന്നേ. അല്ല, സാർ അങ്ങോട്ട് പോയായിരുന്നോ? ഇല്ല, പോയില്ല. ഇടയ്ക്കൊന്ന് പോകണം. ലേഖ ഇപ്പോൾ മഹിയുടെ അടുത്തുണ്ട്. എങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. മഹാലക്ഷ്മി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അയാൾ അങ്ങോട്ട് വന്നത്? ഒന്നും എനിക്കറിയില്ല. മഹാലക്ഷ്മി ഉള്ളിടത്ത് അയാളും അയാളുടെ അമ്മയും കൂടെ വന്നത് അപകടമാണ് സാറേ. അയാളെക്കാളും സൂക്ഷിക്കണം ആ കിളവിയെ. ഏയ്, അവിടെ വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും മാർക്കോ ഇടയ്ക്ക് അവിടെ ചെന്ന് അയാളൊന്ന് വിരട്ടണം. ഇപ്പൊ തന്നെ ഇരട്ടടി അടിച്ചത് മാർക്കോയാണെന്ന് അയാൾ സംശയിക്കുന്നുണ്ടാവും. അവനവിടെ എത്തിയ സ്ഥിതിക്ക് വേറൊരു അപകടം ഉണ്ടല്ലോ സാറേ. മേഘനോട് സാറ് നടക്കുമെന്ന് പറഞ്ഞത് ആ കാർത്തികേന. അവൻ്റെ കൈകൾ ഇപ്പം ചലിക്കുന്നുണ്ട്. അവനെ എങ്ങാനും പ്രതാപൻ കാണുമെന്നറിയില്ല. കണ്ടാൽ അവൻ സത്യം പറയോ? പറയാനുള്ള സാധ്യതയൊന്നുമില്ല. അവൻ്റെ കാര്യങ്ങളിനി സാറ് നോയിക്കോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എന്തായാലും ജീവൻ വെച്ച് കളിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും രണ്ടാളും അടുത്തടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഒന്നുകൂടി അവിടെ പോയി അവരൊന്ന് വിരട്ടുന്നത് നല്ലതാ. പിന്നെ പ്രതാപന്റെ കൈ ഒന്ന് പിടിച്ചു തിരിക്കാം. ഒരു കണക്കിന് അയാൾ അവിടെ വന്ന് നന്നായി. കുഞ്ഞു പോയ വിശ്വാസത്തിൽ തല്ലുകൊണ്ടതുപോലും അയാൾക്ക് വലുതായി വേദനിച്ചു കാണില്ല. എന്നാൽ ഇനി സത്യങ്ങൾ അറിഞ്ഞ ശേഷം അയാൾ വേദനിക്കണം. ഇടയ്ക്ക് മാർക്ക് അങ്ങോട്ട് പോകും, അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ശരി സാർ. അതെ, അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാർക്കയുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. അത് സാർ എന്നോട് പറയണ്ട. ഇനി മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തോളാം. സാർ ധൈര്യമായിട്ട് വെക്കോ. ആഹാ, മോളോ? എന്താ മോളെ വിളിച്ചു പറയാതിരുന്നേ? അങ്ങനെയെങ്കിൽ അവൻ വന്ന് കൂട്ടിക്കൊണ്ടു വരത്തില്ലായിരുന്നോ? സന്തോഷമുള്ള കാര്യങ്ങൾ അറിയുമ്പോ പെട്ടെന്ന് തന്നെ ഓടി വന്ന് പറയണ്ടേ അമ്മേ, അതുകൊണ്ടാ ഓടി വന്നത്. മോളെ, മോളുടെ അച്ഛൻ ഇന്നലെ രാത്രി തല്ല് കിട്ടിയില്ലേ? എന്നിട്ട് മോൾക്കെന്താ ഇത്ര സന്തോഷം? അതിന് കാര്യമുണ്ടമ്മേ. അച്ഛന് തല്ല് കിട്ടിയെങ്കിലും അവരിപ്പോ കരച്ചിലോട് കരച്ചിലാ ലക്ഷ്മി. അവളുടെ കുഞ്ഞു പോയി. ആ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നല്ലോ. അങ്ങനെ കുഞ്ഞു പോയതുകൊണ്ടാ രാത്രി അച്ഛന് തല്ല് കിട്ടിയത്. അവൻ തന്നെയാ വന്ന് തല്ലിയത് ആ മാർക്കോ. അവൻ പരിക്ക് പറ്റി കിടക്കുമല്ലായിരുന്നോ? അതിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് തുടങ്ങിയോ? കണ്ണേട്ടൻ പറഞ്ഞ കേട്ടില്ലമ്മേ. 100-150 കിലോമീറ്റർ സ്പീഡിലാ കാർ ചെന്ന് അവന്റെ ബുള്ളറ്റിൽ ഇടിച്ചത്. ആ സ്പോട്ടിൽ തന്നെ അവൻ തീർന്നു കാണുമെന്നാ കണ്ണേട്ടൻ വിചാരിച്ചത്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പാറക്കല്ലെടുത്ത് മേഘേട്ടന്റെ തലക്കിട്ടു. എന്നുവെച്ചാ ലോറി വന്ന് തട്ടിയാലും ചതയാത്ത ശരീരം അവന്റെ ശരീരം. അതുകൊണ്ടാണ് മേഘേട്ടൻ കോമയിലായപ്പോഴും അവന് ഒരു കുഴപ്പമില്ലാത്തത്. അവളിപ്പോ എവിടെയാ മോളെ? തോമസ് വൈദ്യന്റെ വീട്ടില്. അയാള് മറുമരുന്നൊക്കെ കൊടുത്തിട്ടും രക്ഷയൊന്നും ഉണ്ടായില്ല. കുഞ്ഞ് അവളുടെ വയറ്റിനകത്ത് വെച്ച് തന്നെ പോയി. അവളവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ മുത്തശ്ശിയുടെ കൂടെ അച്ഛനും തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയത്. എന്ന് വെച്ചാ അച്ഛന്റെ വാരിയലൊക്കെ തകർന്നിരിക്കുക. അവിടെ ആവുമ്പോ അച്ഛന് ചികിത്സയും കിട്ടും, ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ആ ഉദ്ദേശത്തോടെയാ പോയത്. അവസാനം അറിയേണ്ടത് അറിഞ്ഞു. അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. കൊറേ നാളുകൂടിയാ സന്തോഷമുള്ളൊരു വാർത്ത കേട്ടത്. പിന്നെ കണ്ണം വരുമ്പോഴേ അവനോടും പറയണം. അങ്ങനെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. കുഞ്ഞുപോയി, ഇനി അമ്മയും കൂടെ ഒഴിവാക്കണം. അതെ, വെറുതെ മാത്രം പറഞ്ഞാ പോരാ. ഉണ്ണിയേട്ടനിപ്പോ ചെറുപ്പോ, ആവശ്യത്തിന് ആരോഗ്യവും ഉണ്ട്. അപ്പൊ ഇനി എന്റെ അച്ഛനെയും മേഘേട്ടനെയും
നിങ്ങളുടെ അമ്മാവനെയൊക്കെ തല്ലുകൊള്ളിക്കാതെ ഉണ്ണിയേട്ടൻ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. അയ്യോ, എന്നിട്ട് ഇവനും കിടപ്പിലായാ പിന്നെ നമുക്ക് സഹായത്തിന് ആരും ഇല്ലാതായി പോവും മോളെ. എന്റെ അച്ഛൻ ഇങ്ങനെ തല്ലുകൊള്ളുന്നതേ ഞാനും അമ്മയുടെ മോനും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ലക്ഷ്മിയും ലക്ഷ്മിയുടെ കുഞ്ഞും ഇല്ലാതായി കാണണമെന്ന് നമ്മളെയൊക്കെ പോലെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ ഉണ്ണിയേട്ടൻ. പിന്നെ ഉണ്ണിയേട്ടനും അതിനുവേണ്ടി ശ്രമിച്ചാലെന്താ?